ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് 18 വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. ഇർഷാദേ, എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ? ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു? ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പൊ എനിക്ക് പാപ്പുവിന്റെയും ചേച്ചിയും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം. കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവര് ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങളോടെല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ശരിയെന്നാ. മകളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയുടെ മുൻ ഡ്രൈവറും നടനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അമൃതയും മകൾ അവന്തികയും കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും താൻ അതിന് സാക്ഷിയായിരുന്നു എന്നുമാണ് ബാലയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്ന ഇർഷാദ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വീഡിയോയിലൂടെ പറഞ്ഞത്. ബാല തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും നടന്റെ അടികൊണ്ട് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ചോര വന്നിട്ടുണ്ടെന്നും ഇർഷാദ് പറയുകയാണ്. തനിക്ക് ബാലയെ കാണാൻ ആഗ്രഹമില്ലെന്നും മകൾ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലയെ വിവാഹം ചെയ്ത
നടനിൽ നിന്ന് നേരിട്ട ക്രൂര പീഡനങ്ങൾ അമൃതയും ആദ്യമായി ഇന്നലെ വെളിപ്പെടുത്തി. ബാലയുടെ ഉപദ്രവത്തിലൂടെ ശരീരത്തിലുണ്ടായ ക്ഷതങ്ങളും അസുഖങ്ങളും താൻ ഇപ്പോഴും ചികിത്സിക്കുകയാണെന്നാണ് അമൃത പറയുന്നത്. വിവാഹമോചനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ജീവിച്ചു പോകാൻ അനുവദിക്കണം. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ മകളെ സൈബർ ബുള്ളിങ്ങിനെ ചെയ്യരുത്, ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്നുമാണ് പുതിയ വീഡിയോയിൽ അമൃത പറഞ്ഞതും. നടൻ ബാലയ്ക്കെതിരെ മകൾ രംഗത്ത് വന്നതും അത് വലിയ വാർത്തയെ തന്നെ മാറിയിരുന്നു. അതിനു പിന്നാലെയാണ് ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ അമൃത സുരേഷും രംഗത്ത് വന്നിരുന്നത്. ബാല തന്റെ ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും തന്നെ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നും മകളെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുമാണ് അമൃത വെളിപ്പെടുത്തിയത്. ബാലയുടെ വീട്ടിൽ നിന്ന് താൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നെന്നും അമൃത പറഞ്ഞിരുന്നു. ഇതിനൊക്കെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. ഇതിനിടെ ചിലർ അമൃതയും കുടുംബത്തെയും വിമർശിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരമൊരു കമന്റിന് അമൃതയുടെ സഹോദരിയായ അഭിരാമി സുരേഷ് നൽകിയ മറുപടി വളരെ ശ്രദ്ധ നേടിയിരുന്നു. മൊബൈൽ ക്യാമറ ഓണാക്കി കൊടുത്ത് ആ പാവം കുഞ്ഞിനെ കൊണ്ട് പൊതുമാധ്യമത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയിപ്പിച്ച് ഇപ്പൊ കിടന്ന് രണ്ടും കൂടെ മോങ്ങാതെ ഓട് എന്നായിരുന്നു ഒരു കമന്റ്. പിന്നാലെ നിരവധി പേര് അമൃതയ്ക്കും അഭിരാമിക്കും പിന്തുണയുമായി എത്തി. ഇതിനിടെയാണ് അഭിരാമി തന്നെ മറുപടിയുമായി എത്തിയതും. ഇറങ്ങിപ്പോടോ, കാര്യങ്ങൾ അറിയാതെ കിടന്ന് സംസാരിക്കുന്നു. ഈ ആക്രമണം അവസാനിപ്പിക്ക്. കുറെ നന്മ മരങ്ങൾ വരുന്നു. ഒരു പെണ്ണിനെയും കുടുംബത്തിനെയും വേട്ടയാടുന്നവനെയൊക്കെ വലിയ നന്മ പറഞ്ഞ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അഭിനയിക്കാൻ അറിയുന്നവർക്കൊക്കെ കണ്ണീരൊഴുക്കാനും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. അതും ഇത്രയും പാട്രിയാർക്കലായ ഒരു നാട്ടിൽ. പക്ഷെ മനസ്സാക്ഷിയെ തൊട്ട് പറയടോ. 18-19 വയസ്സുള്ള ഒരു ചെറിയ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് പട്ടിയെ പോലെ ഇട്ട് തല്ലി. തമിഴ്നാട് പൊണ്ടാട്ടി നയം കാണിച്ചത് മിണ്ടാതിരിക്കണമായിരുന്നു അവർ. ശരി, സമ്മതിച്ചു. അത് കഴിഞ്ഞ് അവർക്കൊരു തെറ്റുപറ്റി. പക്ഷെ സ്വന്തം തള്ളയെ തല്ലിയും മാട്ടിയും വേട്ടയാടിന് ഇട്ടുകൊടുക്കുന്ന ഒരു അച്ഛനെ താനൊക്കെ ബഹുമാനിക്കുമോ? നല്ല നട്ടലുള്ള ആമ്പിള്ളരാണെങ്കിൽ 10ാം വയസ്സിൽ നിന്നേനെ ഈ ഷോ ഓഫ്. മതിയായി. അവരുടെ കരിയറും ജീവിതവും ഗ്യാസ് ലൈറ്റിംഗ് ചെയ്ത് നശിപ്പിച്ചു. ഇനി ആ കുഞ്ഞിനെ വെച്ച് സെന്റിമെന്റ്സ് വാങ്ങുമ്പോൾ അതിനെ നാട്ടുകാരിട്ട് ആട്ടുന്നതിൽ പ്രൊട്ടക്ട് ചെയ്യാതെ കണ്ണീരൊഴുക്കി സെന്റിമെന്റ് അവിടെയും വർക്കൗട്ട് ചെയ്യുന്ന ഇയാളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? സ്വയം അനുഭവം വരുമ്പോൾ കാണാം. സ്വന്തം ചേച്ചിക്കോ അനീതിക്കോ വരുമ്പോൾ കാണണം തന്റെയൊക്കെ ഈ ഒരു നന്മ എന്നാണ് അഭിരാമി സുരേഷ് പറഞ്ഞിരുന്നത്. ഓൺലൈൻ ആങ്ങളെ കളിക്കേണ്ടത് നാട്ടിലെ ഒരു പെൺകൊച്ചിനെയും കുടുംബത്തെയും വലിച്ചു കീറുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ കള്ളക്കണ്ണീർ കാണിക്കുന്ന പ്രൊഫഷൻ തന്നെ അഭിനയമായവരെ അല്ല എന്നും അഭിരാമി പറയുന്നുണ്ട്. അതേസമയം തന്നെയായിരുന്നു ബാലയ്ക്കെതിരെയിട്ടുള്ള അമൃതയുടെ വാക്കുകളും വലിയ വാർത്തയായിരുന്നു. ബാലയുടെ ചവിട്ടുകൊണ്ട് ചോര തുപ്പി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മകളെ കുപ്പിവെച്ച് എറിഞ്ഞിട്ടുണ്ടെന്നും അമൃത കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ തന്റെ മകളെ കൂടി സൈബർ ആക്രമണത്തിന് ബാല ഇട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതികരിച്ചതെന്നും അമൃത പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു അമൃതയുടെയും ബാലയുടെയും ഡ്രൈവറായ ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. എന്നാൽ അമൃതയുടെയും മകളുടെയും തുറന്ന പറച്ചിലുകൾക്ക് പിന്നാലെ മുൻ ഡ്രൈവറും ബാലയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ അതും വലിയ വിവാദമായി മാറി. അമൃതയ്ക്കും കുടുംബത്തിനും പിന്തുണയുമായി നിരവധി പേര് മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇതിനിടയിലും ചിലർ ഇപ്പോഴും അമൃതയും കുടുംബത്തെയും കടന്ന് ആക്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കമന്റിന് അമൃതയും അഭിരാമിയും മറുപടി നൽകുന്നുണ്ട്. നീയൊക്കെ കൂടിയാണോ കുടുംബം തകർത്തത്? അമൃതയേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള പെണ്ണിനെ കിട്ടുമായിരുന്നു ബാലയ്ക്ക്. വെറുതെ എടുത്തിട്ട് തല്ലാനുള്ള കാരണം എന്ത്? ബാലയുടെ ഡ്രൈവർ അമൃത പോയപ്പോൾ കൂടെ പോയെന്നോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ തന്നെ ഇല്ലേ എന്നാണ് ഒരു യുവതി കമന്റ് ഇട്ടത്. പിന്നാലെ അമൃതയും അഭിരാമിയും മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ സഹോദരി? ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയുമ്പോൾ അതിനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കി സ്വയം എങ്ങനെ ചെറുതാക്കി സാധിക്കുന്നു? ഈ പാവം ഒരു സഹോദര സ്ഥാനത്തുള്ള ആളാണ്. നിങ്ങളും ഒരു പെണ്ണല്ലേ? എനിക്ക് പുച്ഛം തോന്നുന്നു എന്നായിരുന്നു അമൃതയുടെ മറുപടി. അതോടൊപ്പം തന്നെ സഹോദരിയായ അഭിരാമിയും പ്രതികരിക്കുന്നുണ്ട്. ആ ഉയരത്തിലുള്ള പെണ്ണിനെ കെട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കണ്ടായിരുന്നു. ചേച്ചി, നിങ്ങൾ സ്ത്രീയല്ലേ? ഞങ്ങളെ ഉപദ്രവിച്ച കഥ പറയുമ്പോൾ കുറച്ച് മനസ്സാക്ഷിയോട് ചിന്തിച്ചുകൂടെ എന്നാണ് അഭിരാമി നൽകിയ മറുപടി. അതേസമയം മറ്റൊരു കമന്റിനു കൂടി അഭിരാമി സുരേഷ് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മുതൽ നിങ്ങൾ അമൃതയുടെ ആളായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയൂ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. പിന്നാലെ അഭിരാമി മറുപടി നൽകിയത് ബാലയുടെ ഡ്രൈവർ ആയിരുന്നു. ഇടിയും തൊഴിയും കെട്ടി അവരുടെ കുടുംബം നമ്മളുടെ കൂടെ വിട്ടതാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും ആ സമയത്ത് അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു എന്നാണ് അഭിരാമി നൽകിയത്. അമൃത തനിക്ക് ഇപ്പോഴും സഹോദരിയാണ് എന്നാണ് ഇർഷാദ് പറയുന്നത്. ബാല അമൃത ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വേർപിരിഞ്ഞ ശേഷം ഞാൻ അമൃത ചേച്ചിക്കൊപ്പം പോന്നു. പോകാൻ കാരണങ്ങളുണ്ട്.
ചേച്ചിയെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്തതും എല്ലാമാണ് കാരണം. അന്ന് എനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ബാല അടിച്ചിട്ട് എന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ രക്തം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതായിരുന്നത് കൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല. മാത്രവുമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഞാനൊരു ആങ്ങളെ പോലെ ആയിരുന്നു എന്നാണ് ഇർഷാദ് വീഡിയോയിലൂടെ പറഞ്ഞത്.